ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഇന്ന് ഞാൻ RRBയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോട്ട് വന്നേക്കുവാണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കുറച്ചധികം ഫാക്റ്റ് പഠിക്കും. അപ്പോൾ എല്ലാവരും സെറ്റാണല്ലോ? നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 1930 PYQ ആണേ. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇതാണ് എൻ്റെ ചോദ്യം. ചോദ്യത്തിന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്, കാനഡയുണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കി എന്താണ് പഠിക്കേണ്ടത്. GK ഒരു സിലബസ് ആയിട്ടൊന്നും അവർ തന്നിട്ടില്ല. അപ്പോൾ ആ സിലബസിലുള്ള ഏതൊക്കെ പോർഷൻസ് ചോദിക്കും, ഉറപ്പിച്ച് പിടിച്ചോളൂ. ഫസ്റ്റ് പോർഷനാണ് ഞാൻ ഈ എഴുതി വെച്ചേക്കുന്ന സ്പോർട്സ്. മനസ്സിലായോ? സ്പോർട്സിന് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഈ കോമൺവെൽത്ത് എന്ന് പറയുന്നത് ചോദിക്കും. ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ചോദിക്കും അല്ലേ. അടുത്തത് എന്താണ്? ഒളിമ്പിക്സ് ചോദിക്കും, ഏഷ്യാഡ് ചോദിക്കും. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങൾ അങ്ങ് ചോദിക്കും. വിൻ്റർ ഒളിമ്പിക്സ്, അതോടൊപ്പം തന്നെ പിന്നെന്താണ്? പ്രധാനപ്പെട്ട കളിക്കാർ ചോദിക്കും. കളിക്കാർക്ക് കിട്ടുന്ന അവാർഡുകൾ ചോദിക്കും. പിന്നെന്താണ്? ക്രിക്കറ്റ്, ഫുട്ബോള്, അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ ക്രിക്കറ്റ്, ഫുട്ബോള്, ടെന്നീസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ചോദിക്കും. ഈ പദങ്ങളൊക്കെ വേറെ പല എക്സാംസിനും വലിയ പോർഷനൊന്നുമല്ല, പക്ഷേ ഈ പറയുന്ന പദങ്ങളെന്ന് പറയുന്നത് ഇവിടെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ പിടിച്ചോളൂ, സ്പോർട്സ് പഠിക്കാതെ നിങ്ങൾ പോകരുത്. സ്പോർട്സ് റെഗുലർലി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് തന്നെ പഠിക്കുക. അപ്പോൾ പഠിക്കേണ്ട ഒരു പോർഷൻ ഞാൻ പറഞ്ഞു തന്നു. ഇനി ഞാൻ പഠിപ്പിക്കാം. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ നമ്മുടെ കോമൺവെൽത്താണ് അല്ലേ. ഏതാണ്? ആൻസർ മറ്റൊന്നുമല്ല, നമ്മുടെ കാനഡയാണ് ആൻസറായിട്ട് വരുന്നത്. കാനഡ അല്ലേ, കാനഡയാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പം നോക്കിക്കേ, നമുക്കറിയാം 5 തവണ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ഒരു ഫാക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് പഠിക്കണം. കോമൺവെൽത്തിന് 5 തവണ കൊടുത്തത് ഓസ്ട്രേലിയയാണ്. പിന്നെ ഈ അടുത്തിടെ റീസെൻ്റായിട്ട് മത്സരങ്ങൾ നടന്നത് എവിടെയൊക്കെ? 2022 നടന്നു, 26 നടക്കാൻ പോകുന്നു അല്ലേ. 22 നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് നടന്നത്. ഇംഗ്ലണ്ടിലെ ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? നോക്കിക്കോളൂ, ബിർമിംഗ്ഹാം. എവിടെയാണ്? ബിർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് നടന്നത്. 26 അപ്പോൾ എങ്ങനെയാണ് ഓർത്തിരിക്കുക? 26 സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഗ്ലാസ്ഗോയിൽ വെച്ചിട്ട്. ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡ് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയത്തെ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് അല്ലേ. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ഇത് നടക്കാൻ പോകുന്നത് ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ്. 26 നടക്കാൻ പോകുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, അത് രണ്ടും നടന്നു. ഇനി നടക്കാൻ പോകുന്നതും പ്രീവിയസും പഠിച്ചു. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിൽ ഇത് നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ന്? അവിടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. നടന്ന വർഷം പഠിച്ചേ 2010. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ചോദ്യം 1930 ചരിത്രം ചോദിച്ചപ്പോഴാണ് നമ്മൾ എങ്ങോട്ട് വന്നത്? ആദ്യം കോമൺവെൽത്ത് എവിടെ നടന്നു എന്ന് ചോദിച്ചു. അതിനന്ന് ആതിഥേയത്വം വഹിച്ചത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു. അപ്പോൾ 5 തവണ ഒരു രാജ്യത്ത് വെച്ച് നടന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് ഓസ്ട്രേലിയ ആണെന്ന് പറഞ്ഞു. ഇപ്പം കഴിഞ്ഞത് ഇനി നടക്കാൻ പോകുന്നത്. ഇനിയും ഇന്ത്യ പഠിച്ചു, നടക്കുന്നത് എവിടെയാണെന്ന് പഠിച്ചു. ഇന്ത്യയിൽ എത്ര തവണ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പോൾ ഈ 2010 പറഞ്ഞ ഒരു വർഷം വന്നു. 2010. ഈ 2010 നേരത്തെ RRB ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? അത് പിടിച്ചോ. ദാണ്ട് ഇതൊക്കെയാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്നാണ് നിലവിൽ വന്നത്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ കേട്ടിട്ടുണ്ട്. ആ ട്രൈബ്യൂണൽ എന്നാണ് നിലവിൽ വന്നത്? പിടിച്ചോളൂ, ആൻസർ 2010. അടുത്ത ചോദ്യവും പിടിച്ചോ. എന്നാണ് നമ്മൾ കാണുന്ന റുപ്പിയില്ലേ, അതിൻ്റെ ചിഹ്നം അംഗീകരിച്ചത്? നമുക്കറിയാവുന്നതാണ്, ഒരുപാട് ചോദ്യം വന്നതാണ്. അതും പിടിച്ചോളൂ, വർഷം സെയിം തന്നെയാണ്, 2010. അപ്പം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും റുപ്പിയുടെ ചിഹ്നവും വരുന്നത് 2010. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഒന്ന് പഠിച്ചേ, ആ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്താണെന്ന് നോക്കിക്കേ. 2010 ഒക്ടോബർ 18 പ്രവർത്തനം ആരംഭിച്ചു.
പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്തത് ഏതിനാ പറയുന്നത്? നാഷണൽ ട്രിബ്യൂണൽ എന്നാണ് പറയുന്നത്. 2010 അല്ലേ? ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ചോദിക്കും. ഇനി അടുത്തത് ചോദിക്കുന്ന ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ്. ഇത് എത്രാമത്തെ ആർട്ടിക്കിളാണ്? ഭരണഘടനയുടെ 21ാമത്തെ അനുച്ഛേദം ബേസ് ചെയ്തിട്ട് 21 21ാമത്തേത് അല്ലേ? അങ്ങനെയാണിത് സ്ഥാപിതമായത്. അങ്ങനെ ഒരു സംഘടന സ്ഥാപിതമാകുവാണെങ്കിൽ പഠിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, അതിൻ്റെ അധ്യക്ഷനാര് മക്കളെ? അധ്യക്ഷനാര്? ഫസ്റ്റ് അധ്യക്ഷൻ. ഇപ്പോഴത്തെ അധ്യക്ഷനല്ല, ഫസ്റ്റ് അധ്യക്ഷന്റെ പേര് ലോകേശ്വർ സിംഗ് പാണ്ഡെ എന്നാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ലോകേശ്വർ സിംഗ് പാണ്ഡെ. ലോകേശ്വർ സിംഗ് പാണ്ഡെ. ഇനി അടുത്ത ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ അല്ലേ? അത് രണ്ടുമാണ്. അതായത് നമ്മുടെ ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പരിസ്ഥിതി കേസുകളൊക്കെ വാദിക്കുന്ന 5ാമത്തെ രാജ്യം, അങ്ങനെ ഒരു പ്രത്യേക കോടതികൾ വരുന്ന 5ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. 2010 ന്യൂസാണ് പറയുന്നത്. 2010 കണക്റ്റഡ് ആണിത്. അടുത്ത 2010 എന്താണ് പ്രശ്നം? 2010 ജൂലൈ 15 നമ്മുടെ രുപ്പിയുടെ ചിഹ്നം വരികയാണ്. ആ ചിഹ്നത്തിൻ്റെ പേരെന്താ? ആ ചിഹ്നം ഇങ്ങനെ ഡിസൈൻ ചെയ്തപ്പം ദേവനാഗരി ലിപിയിലാണ് ചിഹ്നം വരുന്നത്. അതിന് ദേവനാഗരി ലിപിയും ലാറ്റിൻ ലിപിയും ഒക്കെ കൂടെ ചേർന്ന ഒരു ചിഹ്നമാണത് അല്ലേ? ആ ചിഹ്നം ഡിസൈൻ ചെയ്തത് ആരെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസൈൻ ചെയ്തത് ആരാണ്? ഡി ഉദയകുമാർ. ആരാണ്? ഡി ഉദയകുമാർ. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? തമിഴ്നാട് അല്ലേ? തമിഴ്നാടാണ്. ഇനിയും അടുത്ത ഇതും ചോദ്യമാണ്. ചിഹ്നമുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5ാമത്തെ. അപ്പോൾ മറ്റൊരിടത്ത് 5 ചെയ്യാൻ പറഞ്ഞല്ലോ. നാഷണൽ ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്താ, ഗ്രീൻ ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞേ? ഒരു 5 പറഞ്ഞിട്ടില്ലായിരുന്നോ? അതായത് കോടതികളുള്ള രാജ്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇനിയും അടുത്തത് ഏതൊക്കെ രാജ്യത്തിനാണ് അങ്ങനെയുള്ള ചിഹ്നമുള്ളത്? യൂറോയ്ക്കുണ്ട്, യെന്നുണ്ട്, ഡോളറുണ്ട്, പൗണ്ടുണ്ട്, ഇന്ത്യൻ രൂപ എന്നിവയ്ക്കാണ് ചിഹ്നങ്ങളുള്ളത്. അപ്പോൾ ക്ലിയർ ആയോ? പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഫാക്ട്സുകൾ എവിടുന്നെങ്കിലും വായിച്ചാൽ മതിയോ? അല്ല, അടുപ്പിച്ച് പഠിക്കണം, ഓർത്തെടുത്ത് പഠിക്കണം. RRB എളുപ്പമുള്ളതാണ്. പക്ഷേ സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ഈ പോർഷൻ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തിയാണ് ചോദിക്കുന്നത്. മുഴുവൻ മാർക്കും വേണോ? എൻ്റെ ക്ലാസ് ഉണ്ട്. മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടാൻ വളരെ ചെറിയൊരു പേയ്മെൻറ്റ് അടച്ചാൽ മതി. ആ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ കിട്ടും. ഞാൻ ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാം. അതായത് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഫുള്ള് ക്ലാസ്സുകളും കിട്ടും. ഞങ്ങളുടെ മെൻറ്റർ ഉണ്ടാകും. റീസണിങ്, കൂടുതൽ മാർക്കുകൾ ചോദിക്കുന്ന റീസണിങ്, അതോടൊപ്പം തന്നെ സ്റ്റാറ്റിക് GK, സയൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളെ കുഴപ്പിക്കുന്ന കണക്ക്, ഇവയൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം മലയാളത്തിലുള്ള ക്ലാസ്സുകളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മലയാളത്തിലുണ്ടാകും. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. RRB ഗ്രൂപ്പ് D ആണ് സ്വപ്നം കാണുന്നതെങ്കിൽ റിസൾട്ടുള്ള സ്ഥാപനത്തിൽ തന്നെ പഠിക്കാം. മെൻറ്റർഷിപ്പുകൾക്ക് ഞാൻ നേതൃത്വം നൽകുന്നുണ്ട്. അപ്പം വേഗം ഇങ്ങി പോന്നോളൂ. ഇന്ന് തൊട്ട് പഠിക്കാം. ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നുണ്ട്. മറക്കേണ്ട. ഫുൾ ക്ലാസ്സുകളും കിട്ടാൻ വേണ്ടി, എൻ്റെ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്.